അങ്ങനെ അപ്പച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് പോയിട്ട് ഉള്ള തുള്ളലും മേളവും പാട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നതാ. ഇപ്പൊ സമയം 1:30 ആയിട്ടുണ്ട്. അനിയത്തി പഴംപൊരി ഉണ്ടാക്കും. അവൻ കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഒന്ന് പഴംപൊരി മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ പിള്ളേരും ഓടി നടക്കുന്നത് കൊണ്ട് എന്തായാലും ഒരാൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനേക്കാളും വലുതായിട്ട് വലിയ ആൾക്കാർ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ആ പഴംപൊരി എല്ലാവരും ഇങ്ങനെ കഴിച്ചു തീർത്തോണ്ട് അതിന്റെ ഇടക്ക് ബുൾസൈ ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാൻ വന്നപ്പോൾ കുരുമുളക് പൊടി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പൊടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇക്ക കുക്കിങ്ങിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇച്ചിരി കുരുമുളക് ഇട്ടാൽ അതിനകത്ത് പൊടിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. എന്നിട്ട് എന്തായി, അത് പൊടിഞ്ഞില്ല. അങ്ങനെ പിന്നെ എനിക്ക് ഇനി വേറെ രീതിയിൽ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പൊടിക്കാൻ നോക്കുവാണ്. അന്നേരവും ഞാൻ പറഞ്ഞു ഇങ്ങനെ പൊടിച്ചാലും ആവൂല, അതൊന്ന് മടക്കി വെച്ചിട്ട് പൊടിക്കുന്നത്. അപ്പോൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന്. അതാ നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യൻ കാണിച്ചു വെച്ചാൽ നോക്ക്. ഇനി അത് കമത്തി വെക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കീറിപ്പോകുന്നു. അപ്പോഴും കേൾക്കത്തില്ല. അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങി. ഇക്ക പിണങ്ങി പോയി. കുരുമുളകില്ലാത്തൊരു ബുൾസയെ പറ്റി ഇക്കാക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. അവസാനം ഞങ്ങൾ പൊടിച്ചു കൊടുത്തു കേട്ടോ. അപ്പുറത്ത് അനിയനും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എല്ലാവർക്കും ബുൾസയായി, പഴംപൊരിയായി, കട്ടൻ ചായയായി, അങ്ങനെയൊക്കെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്.